നാടെങ്ങും ക്രിസ്മസ് ലഹരിയിൽ. പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശം പകർന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു. ക്രിസ്മസിനോടനുബന്ധിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളിൽ തിരുപ്പിറവി ചടങ്ങുകൾ നടന്നു. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന ആരാധനാ ശുശ്രൂഷകൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. യേശുദേവന്റെ ജന്മസ്ഥലമായ ബെത്ലഹേമിൽ നടന്ന പാതിരാ കുർബാനയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. കേരളത്തിലെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിലും തിരുപ്പിറവി ചടങ്ങുകൾ നടന്നു. ആശയറ്റവർക്ക് പ്രത്യാശയുടെ നിറതിലാവായി, ആലംബഹീനർക്ക് അത്താണ്ഡ്യതർക്ക് വിമോചനത്തിന്റെ രക്ഷാനുഭവമായി ദൈവപുത്രൻ ഭൂമിയിൽ അവതരിച്ചതിന്റെ ഓർമ്മയിലാണ് വിശ്വാസികൾ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. യേശുദേവന്റെ ജന്മസ്ഥലമായ ബത്ലഹേമിൽ നടന്ന പാതിരാ കുർബാനയിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ തിരുപ്പിറവി ദിനത്തിൽ നടന്ന ആരാധനാ ശുശ്രൂഷകൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ദിനത്തിൽ സംസ്ഥാനത്തെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടന്ന പാതിരാ കുർബാനയിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത്. സുവിശേഷ വായനയ്ക്ക് ശേഷം തിരുപ്പിറവി അറിയിച്ച് പള്ളിമണികൾ മുഴങ്ങി. യേശുവിന്റെ രൂപമെടുത്ത് കാർമ്മികർ ദേവാലയം ചുറ്റി നടത്തിയ പ്രദക്ഷിണമായിരുന്നു തിരുപ്പിറവിയുടെ പ്രധാന ചടങ്ങ്. മെഴുകുതിരികൾ കയ്യിലേന്തി വിശ്വാസികളും പ്രദക്ഷിണത്തിൽ പങ്കാളികളായി. പ്രദക്ഷിണശേഷം പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ ഉണ്ണിയേശുവിന്റെ രൂപം പ്രതിഷ്ഠിച്ചു. കൊച്ചി സെന്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്കയിൽ സംഘടിപ്പിച്ച തിരുപ്പിറവി ആഘോഷങ്ങൾക്ക് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നേതൃത്വം നൽകി. സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമ്മീസ് കാതോലിക്ക ബാവയും പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കരുണയുടെ കരങ്ങളായി നമ്മുടെ കരങ്ങൾക്ക് ഒരു പുതിയ ഊർജം കൊടുക്കേണ്ടതുണ്ട്. കുർബാനയ്ക്ക് ശേഷം വിശ്വാസികൾ കേക്ക് മുറിച്ചും പരസ്പരം സമാധാനം ആശംസിച്ചുമാണ് വീടുകളിലേക്ക് മടങ്ങിയത്. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് തലസ്ഥാനത്ത് പടുകൂറ്റൻ സാന്റാക്ലോസ് ഒരുങ്ങി. ലോകത്തിലെ ഏറ്റവും വലിയ സാന്റ എന്ന റെക്കോർഡിലേക്കാണ് നെയ്യാറ്റിൻകരയിൽ ഒരുക്കിയ ഈ സാന്റ ശില്പം നടന്നെടുക്കുന്നത്. 3G ഫ്രണ്ട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് 101 അടി ഉയരമുള്ള ശില്പം നിർമ്മിച്ചത്. നെയ്യാറ്റിൻകര ഇത്തവണ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് വലിയ സാന്റാക്ലോസിനൊപ്പമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സാന്റാക്ലോസ് എന്ന പേരിൽ ഗിന്നസ് റെക്കോർഡിന്റെ തിളക്കം കാത്തിരിക്കുന്ന ക്രിസ്മസ് അപ്പൂപ്പനോടൊപ്പം. നെയ്യാറ്റിൻകര ഓലത്താനിയിലെ 3G ഫ്രണ്ട്സ് ക്ലബ് അംഗങ്ങൾ ചേർന്നാണ് 101 അടി ഉയരമുള്ള പടുകൂറ്റൻ സാന്റാ ശില്പം ഒരുക്കിയത്. ഈ കാണുന്ന ഉയരത്തിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടി ഒത്തിരി ദിവസത്തെ കഷ്ടപ്പാട് ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ക്ലബ് അംഗങ്ങൾ എല്ലാവരും ഏകദേശം 2.5 ടൺ പൈപ്പ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഏകദേശം 500 മീറ്ററോളം വെൽവെറ്റിന്റെ തുണി ഉപയോഗിച്ചിട്ടുണ്ട്. 350 മീറ്ററോളം മെറ്റൽ ചിപ്പ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. 65 അടി ഉയരമുള്ള ലാറ്റിൻ അമേരിക്കയിലെ സാന്റാക്ലോസ് ആണ് നിലവിൽ ലോകത്തെ ഏറ്റവും ഉയരമുള്ള സാന്റാക്ലോസ് എന്ന റെക്കോർഡിനുടമ. 2013 ഈ ഗിന്നസ് റെക്കോർഡാണ് നെയ്യാറ്റിൻകരയിലെ ക്രിസ്മസ് അപ്പൂപ്പൻ മറികടക്കാൻ ഒരുങ്ങുന്നത്. ഇതിനായുള്ള പ്രാഥമിക നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. ശില്പിയായ രാധാകൃഷ്ണൻ ഭാവനയുടെ നേതൃത്വത്തിലാണ് 10 ലക്ഷം രൂപ ചിലവിൽ കൂറ്റൻ സാന്റാക്ലോസിനെ നിർമ്മിച്ചത്. ഒപ്പം ഒരേക്കർ സ്ഥലത്ത് വലിയ പുൽക്കൂടും നിർമ്മിച്ചിട്ടുണ്ട്. ക്രിസ്തുമസ് ദിനത്തിലും തുടർന്നും വലിയ സാന്റായെ കാണാനായി ഒട്ടേറെ പേരെത്തുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നോട്ട് പ്രതിസന്ധി സംസ്ഥാനത്തെ ക്രിസ്മസ് വിപണിയെ സാരമായി ബാധിച്ചതായി വ്യാപാരികൾ. ക്രിസ്മസ് വിപണിയിൽ പ്രതീക്ഷയർപ്പിച്ച കേക്ക് കച്ചവടവും നക്ഷത്ര അലങ്കാര വസ്തുക്കളുടെ വിൽപ്പനയും മുൻവർഷത്തെ അപേക്ഷിച്ച് ഗണ്യമായി കുറഞ്ഞതായും വിപണികളിലെ തിരക്ക് സാക്ഷ്യപ്പെടുത്തുന്നു. ഒഴിവു ദിവസങ്ങൾ ആഘോഷിക്കാൻ സർക്കാർ ജീവനക്കാരും സ്കൂൾ അവധിക്കാലം ആഹ്ലാദിക്കാൻ വിദ്യാർത്ഥികളും രംഗത്തെത്തി. എങ്ങും നക്ഷത്രങ്ങളും യേശുവിന്റെ തിരുപ്പിറവി ആഘോഷത്തിന്റെ ഭാഗമായുള്ള പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീയും വൈദ്യുത ദീപാലങ്കാരവും. പക്ഷേ ക്രിസ്മസ് വിപണിയിൽ മാത്രം പ്രതീക്ഷിച്ച അത്രയും തിരക്കില്ല. കച്ചവടം പൊടിപൊടിക്കുമെന്ന് കരുതി സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയിരുന്നവർ നിരാശരായി.
നോട്ട് പ്രതിസന്ധി തന്നെയാണ് ഈ ക്രിസ്മസ് വിപണിയിലെ പ്രധാന വില്ലൻ. ക്രിസ്മസ് കേക്ക് വിൽപ്പന തകൃതിയാകുമെന്ന് വിചാരിച്ച വ്യത്യസ്തങ്ങളാർന്ന കേക്കുകൾ ഒരുക്കി കൂടുതൽ സ്റ്റോക്ക് കരുതിയ ബേക്കറികളിലും കേക്ക് മേളകളിലുമൊക്കെ കച്ചവടം തീരെ കുറവാണ്. തീർച്ചയായിട്ടും നല്ലൊരു പ്രതീക്ഷയുള്ള സമയമായിരുന്നു. പക്ഷേ ഈ ക്യാഷിൻ്റെ പ്രശ്നം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ 2000 രൂപയുടെ ആകുമ്പോഴത്തേക്കും കൂടുതൽ ചില്ലറ കൊടുക്കാനില്ല. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾ വിട്ടുകളയും. ക്രിസ്മസ് അലങ്കാര വസ്തുക്കളുടെ കടകളിലും വസ്ത്രമാളികകളിലുമൊക്കെ സ്ഥിതി മറ്റൊന്നല്ല. നല്ലൊരു ഇത് വരേണ്ടതാണ്. പക്ഷേ വിപണിയിൽ ഇത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആൾക്കാരും വരുന്നില്ല. ഒരു എബോ ക്ലാസ് ആൾക്കാർ മാത്രമേ വരുന്നുള്ളൂ. ബിലോ ക്ലാസ്സും മിഡിൽ ക്ലാസ്സും വന്നിട്ടില്ല. പുൽക്കൂടിനും ക്രിസ്മസ് ട്രീക്കും കൂടുതലായിരുന്ന വില കുറച്ചിട്ടും ആവശ്യക്കാർ എത്തുന്നില്ല എന്നതും വസ്തുത. പണപ്രശ്നമുള്ളതിനാൽ ഉള്ളതുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കാമെന്ന ആളുകളുടെ ചിന്തയാണ് ഈ വിപണിക്ക് തിരിച്ചടിയായതെന്നും വ്യാപാരികൾ പറയുന്നു. വീണ്ടും ഒരു ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ തന്നെ നോട്ട് മാന്ദ്യം വലിയ രീതിയിൽ തന്നെയാണ് ബാധിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കച്ചവടക്കാരെ തന്നെയാണ് ഇത് സാരമായി ബാധിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ കുമാറിനൊപ്പം സുനിൽ അരിമാനം. ചടയമംഗലത്ത് കരോൾ ഗീതം പാടിയ കുട്ടികളെ RSS പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. കരോൾ ഗീതത്തിന് പകരം മറ്റ് ഭക്തിഗാനം പാടണമെന്നും ഭീഷണിപ്പെടുത്തി. മർദ്ദനമേറ്റ കുട്ടികളെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചടയമംഗലത്ത് മേടയിൽ UPS ജംഗ്ഷന് സമീപം യുവാ ക്ലബ്ബ് അംഗങ്ങളായ വിഷ്ണു, നസീം, അബ്ദുള്ള, അമൃതേഷ് എന്നിവർക്കാണ് RSS സംഘത്തിന്റെ മർദ്ദനമേറ്റത്. കരോൾ ഗീതം പാടിയ വിദ്യാർത്ഥികളെ RSS മദ്യപ സംഘാംഗം ജയൻ വീടിനുള്ളിലേക്ക് വിളിച്ചു കയറ്റുകയും തങ്ങളെക്കൊണ്ട് വീണ്ടും വീണ്ടും കരോൾ ഗീതം പാടിപ്പിച്ച ശേഷം കൂട്ടത്തിൽ ഹിന്ദു ഉണ്ടോ എന്ന് ചോദിക്കുകയും ക്രിസ്മസ് പാട്ട് പാടേണ്ടത് ക്രൈസ്തവരല്ലേ എന്ന് ചോദിച്ച് മർദ്ദിക്കുകയായിരുന്നുവെന്ന് കുട്ടികൾ പറഞ്ഞു. ക്രിസ്ത്യാനികളുണ്ടോ അല്ലെങ്കിൽ പരിപാടി ക്രിസ്ത്യാനികളുണ്ടെങ്കിൽ മാത്രം പരിപാടി എടുത്താൽ മതി, അല്ലെങ്കിൽ ക്രിസ്ത്യൻ പാട്ട് പാടണ്ട, ഈ ഭക്തിഗാനം മാത്രം പാടിയത്. എന്നിട്ട് നമ്മൾ ഇവിടെ കയറാൻ തിരിച്ചുപോയപ്പോൾ അവർ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ കയറാൻ പറഞ്ഞു. നമ്മൾ കയറി ഡാൻസ് അവർ പറഞ്ഞെല്ലാം ചെയ്തിട്ട് ഇറങ്ങിയപ്പം ക്രിസ്ത്യാനില്ലാതാണ് പരിപാടി നടത്തുന്നത് പറഞ്ഞ് നമ്മളെ വേഷമൊക്കെ വലിച്ചു കുറിച്ചു. എന്നിട്ട് നമ്മൾ നിന്നപ്പം ശിവൻ്റെ ചെറുക്കനെടുത്ത് അടിച്ചു. അങ്ങനെ എല്ലാവരും കൂടെ ചെന്നപ്പം എല്ലാവരും അടിച്ചു. അവർ തോന്നുന്ന ആൾക്കാരുണ്ടായിരുന്നു. ക്രിസ്മസ് ആഘോഷം അലങ്കോലമാക്കാനാണ് ഇവർ ശ്രമിച്ചതെന്ന് യുവാക്കൾ ആരോപിച്ചു. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സമൂഹം അടിച്ചേൽപ്പിച്ച അനാഥത്വത്തിൽ നിന്നും താൽക്കാലികമായി സനാഥരാകാൻ ഇക്കുറിയും കുട്ടികൾ ക്രിസ്മസ് അവധിക്കാലം കുടുംബാന്തരീക്ഷത്തിൽ ആഘോഷിക്കാൻ പുറപ്പെട്ടു. വലിയ മനസ്സിനുടമകളായ ഏതാനും കുടുംബങ്ങൾക്കൊപ്പമാണവർ കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാനും തിരികെ അവർക്ക് സ്നേഹം പകരാനും പോയത്. ഫോസ്റ്റർ കെയർ എന്നാൽ താൽക്കാലിക അനാഥത്വം. ഈ പദ്ധതി പ്രകാരമാണ് കേരളത്തിൽ വിവിധ അനാഥാലയങ്ങളിൽ കഴിയുന്ന 42,000-ഓളം വരുന്ന കുട്ടികളിൽ നാമം മാത്രമെങ്കിലും സനാഥരാകാനും തങ്ങൾക്ക് അന്യമായ കുടുംബാന്തരീക്ഷത്തിൽ ജീവിക്കാനും അവസരം ലഭിച്ചത്. കൊല്ലം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 30-ലധികം കുട്ടികൾ നിയമവിധേയമായി സന്മനസ് കാട്ടിയ കുടുംബങ്ങൾക്കൊപ്പം ക്രിസ്മസ് ആഘോഷിക്കാൻ പോയി. അവിടെ പോയാൽ നന്നായിട്ട് ജീവിക്കും. അവരുടെ അടുത്ത് അവർ പറയുന്നതൊക്കെ അനുസരിച്ച് ജീവിക്കും. പിന്നെ അവർക്ക് ഒത്തിരി സ്നേഹമൊക്കെ കൊടുക്കും. അനുസരണയോടെ നിൽക്കും. അവർ പറയുന്നതെല്ലാം കേൾക്കും. സന്തോഷത്തോടെ അവിടെ നിൽക്കും. ഒരു അമ്മച്ചൻ്റെ സ്നേഹം വേണ്ടി ഞാൻ അവിടെ പോവുക. പക്ഷേ അറിയില്ല, എനിക്ക് സന്തോഷമുണ്ട് പോകാൻ. പിന്നെ അവിടെ പോയിട്ട് ഒരു 10 ദിവസം ഞാൻ തിരിച്ചു വരും. പല കാരണങ്ങളാൽ അനാഥാലയങ്ങളിൽ എത്തപ്പെട്ട കുട്ടികളെ ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ പ്രാപ്തരാക്കുകയാണ് ലക്ഷ്യമെന്ന് CWC ചെയർമാൻ ആന്റണി പറഞ്ഞു. കുട്ടികളെ ഉപദേശിക്കുക അല്ലെങ്കിൽ കൗൺസിൽ ചെയ്യുക എന്നുള്ളതിലുപരി വീട്ടനുഭവം പകർന്നു കൊടുക്കുക എന്നുള്ളത്, വീട്ടനുഭവം നിഷേധിക്കപ്പെട്ട കുട്ടികൾക്ക് വീട്ടനുഭവം പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. കുട്ടികളുടെ താൽക്കാലിക രക്ഷകർതൃത്വം ഏറ്റെടുത്ത കുടുംബങ്ങൾക്ക് കൗൺസിലിംഗ് നൽകുകയും അവരെക്കുറിച്ച് അന്വേഷണവും നടത്തിയ ശേഷമാണ് കുട്ടികളെ അയക്കുന്നത്. കൂടാതെ സർക്കാർ നിരീക്ഷണവും കുട്ടികൾ മടങ്ങി വരുന്നതുവരെ ഉണ്ടാകും. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. സമൂഹത്തെ തെറ്റിൽ നിന്നും ശരിയിലേക്ക് നയിക്കാനുള്ള പ്രവാചക ദൗത്യം വ്യത്യസ്തമായ വഴിയിലൂടെ നിറവേറ്റുകയാണ് ദില്ലിയിൽ ഒരു മലയാളി വൈദികൻ. കാർട്ടൂണുകളിലൂടെയാണ് സമൂഹത്തോട് ഇദ്ദേഹം സംവദിക്കുന്നത്. നോട്ട് നിരോധനത്തെ വിമർശിക്കുന്ന ക്യാഷ്ലെസ് ക്രിസ്മസ് എന്ന കാർട്ടൂണാണ് ഇത്തവണത്തെ ക്രിസ്മസ് സമ്മാനം. നന്മയുടെയും സമാധാനത്തിന്റെയും സന്ദേശം വഹിച്ച ത്യാഗജീവിതത്തിന്റെ ഓർമ്മകളാണ് ക്രിസ്മസ് ദിനം വീണ്ടെടുക്കുന്നത്. തെറ്റിൽ നിന്നും ശരിയിലേക്ക് നയിക്കുക എന്ന പ്രവാചക ദൗത്യം നെഞ്ചിലേറ്റി കാർട്ടൂണുകളിലൂടെ സമൂഹത്തെ നയിക്കുകയാണ് ദില്ലിയിലെ ഒരു മലയാളി വൈദികൻ. പുരോഹിതന്മാരിലെ കാർട്ടൂണിസ്റ്റ് എന്നോ കാർട്ടൂണിസ്റ്റുകളിലെ പുരോഹിതനെന്നോ വിളിക്കാം ദില്ലി സഫ്ദർജംഗ് ജെറുസലേം മാർത്തോമ ദേവാലയത്തിലെ വികാരിയായ ഫാദർ ജോസ് പുനമഠത്തിനെ. സാമൂഹിക നിരീക്ഷണങ്ങളിലൂടെ പിറക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് പുനമഠത്തിൽ അച്ഛന്റെ കാർട്ടൂണുകൾ. ഇത്തവണത്തെ ക്രിസ്മസ് സമ്മാനം കേന്ദ്ര സർക്കാരിന്റെ നോട്ട് നിരോധനത്തെ ഹാസ്യാത്മകമായി വിമർശിക്കുന്ന
ക്യാഷ്ലെസ് ക്രിസ്മസ് എന്ന കാർട്ടൂൺ. ക്രിസ്മസ് ഫാദർ ഗിഫ്റ്റ് കൊടുക്കാൻ ഇല്ലാതെ ATMൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു. അപ്പോൾ ATMൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ആളുകൾ വന്നപ്പോൾ അദ്ദേഹം പറയുന്നു, എൻ്റെ ഗിഫ്റ്റ് തരാനില്ല, ക്യാഷ്ലെസ് ക്രിസ്മസ് ആണ്, മണി എടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് യാതൊരു ഗിഫ്റ്റും ഇല്ല. കേരളത്തിലെ മാലിന്യ പ്രശ്നം, തെരുവുനായ പ്രശ്നം തുടങ്ങിയവയെല്ലാം കാർട്ടൂണുകൾക്ക് വിഷയമായി. ചിരിയുടെ തമ്പുരാനായ ക്രിസോസ്റ്റം തിരുമേനിയും പുനമടത്തിൽ അച്ഛൻ്റെ കാർട്ടൂൺ കഥാപാത്രമായി. പ്രസംഗത്തെക്കാൾ സമൂഹത്തെ ചലിപ്പിക്കാൻ കഴിയുന്നതാണ് കാർട്ടൂണുകൾ എന്നാണ് കാർട്ടൂണിസ്റ്റ് യേശുദാസിന്റെയും ജോയി കുളനടയുടെയും ശിഷ്യനായ ഫാദർ ജോസ് പുനമടത്തിന്റെ അഭിപ്രായം. സമകാലിക വിഷയങ്ങളുമായി സംവദിക്കുന്ന കാർട്ടൂണുകൾ സമൂഹത്തിലെ തിരുത്തൽ ശക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് സമൂഹത്തിൽ നന്മയുടെ സന്ദേശമെത്തിക്കാൻ ഈ വൈദികൻ ഇങ്ങനെയൊരു വഴി തിരഞ്ഞെടുക്കുന്നതും. ദില്ലിയിൽ നിന്നും ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം M. സന്തോഷ്. ഇടുക്കി കുളമാവ് അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് തടഞ്ഞും കുന്നിടിച്ചും സ്വകാര്യ വ്യക്തിയുടെ വൻ ഭൂമി കയ്യേറ്റം. പരിസ്ഥിതി ലോല പ്രദേശത്തെ 7 ഏക്കർ സർക്കാർ ഭൂമി കയ്യേറിയിട്ടും നടപടിയില്ല. കയ്യേറ്റം സ്ഥിരീകരിച്ച് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം. ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്ത രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. പരിസ്ഥിതി ലോല പ്രദേശത്ത് കുന്നുകൾ ഇടിച്ചു നിരത്തിയും കുളമാവ് അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് തടഞ്ഞുമാണ് സ്വകാര്യ വ്യക്തി 7 ഏക്കറോളം സർക്കാർ ഭൂമി കയ്യേറി നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്. ഇടുക്കി കുളമാവ് പോത്തുമറ്റത്താണ് കയ്യേറ്റം അരങ്ങേറുന്നത്. കുന്നിടിച്ചുള്ള കയ്യേറ്റം സംബന്ധിച്ച് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. 2 ഏക്കർ കൈവശ ഭൂമിയുടെ മറവിലാണ് കയ്യേറ്റം. കയ്യേറിയ സർക്കാർ ഭൂമിയിലൂടെ അനധികൃതമായി റോഡ് നിർമ്മിച്ചാണ് കുന്നിടിച്ചുള്ള മണ്ണ് കടത്തുന്നത്. ഇതിനോടകം 100 കണക്കിന് ലോഡ് മണ്ണ് ഇവിടെ നിന്നും കടത്തിയിട്ടുണ്ട്. പ്രദേശത്തെ ചതുപ്പുകൾ പൂർണ്ണമായും നികത്തിയിട്ടുണ്ട്. കയ്യേറിയ സ്ഥലത്ത് പഞ്ചായത്തിന്റെ ഒത്താശയോടെ നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനോടൊപ്പം നികത്തിയ ചതുപ്പുകൾ പുനഃസ്ഥാപിക്കുകയും കയ്യേറ്റത്തിന് ഒത്താശ ചെയ്ത റവന്യൂ, പഞ്ചായത്ത്, മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന ശുപാർശയും രഹസ്യാന്വേഷണ വിഭാഗം കൈമാറിയ റിപ്പോർട്ടിൽ പറയുന്നു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന കയ്യേറ്റങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ മടി കാണിച്ചതാണ് ലക്ഷങ്ങൾ വില വരുന്ന സർക്കാർ ഭൂമി കയ്യേറാൻ പ്രേരണയായതെന്നാണ് വിലയിരുത്തൽ. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ശബരിമലയിൽ ദർശനത്തിനുള്ള 3 ലിംഗക്കാരുടെ നിരോധനം തന്ത്രിയുടെ എതിർപ്പിനെ തുടർന്ന് നീക്കി. ഇതോടെ ചെന്നൈ, ഹൈദരാബാദ്, ബംഗളൂരു എന്നിവിടങ്ങൾക്ക് പുറമെ കേരളത്തിൽ നിന്നുള്ള ട്രാൻസ്ജെൻഡേഴ്സും ശബരിമല ദർശനം നടത്തി. ശബരിമലയിൽ ട്രാൻസ്ജെൻഡർ പ്രവേശനം പോലീസ് തടഞ്ഞതോടെയാണ് ഇതിനെതിരെ ക്ഷേത്രതന്ത്രി രംഗത്തെത്തിയത്. ട്രാൻസ്ജെൻഡർ പ്രവേശനം ക്ഷേത്രാചാരത്തിന് വിരുദ്ധമല്ലെന്ന് തന്ത്രി നിലപാട് വ്യക്തമാക്കിയതോടെയാണ് ഇക്കൂട്ടരെ തടയേണ്ടതില്ലെന്ന് പോലീസ് തീരുമാനിച്ചത്. ഇതോടെ പമ്പയിൽ ദിവസങ്ങളായി തമ്പടിച്ചിരുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർ മലകയറി 18ാം പടി ചവിട്ടി അയ്യപ്പ ദർശനം നടത്തി. ചെന്നൈ, ഹൈദരാബാദ്, ബാംഗ്ലൂരു എന്നിവിടങ്ങൾക്ക് പുറമെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇക്കൂട്ടർ കൂട്ടത്തോടെ എത്തുന്നുണ്ട്. 3ാം ലിംഗക്കാരെ അംഗീകരിച്ച് സർക്കാർ ഇവർക്കായി നൽകിയ തിരിച്ചറിയൽ കാർഡുമായാണ് ഇവർ മലകയറി എത്തുന്നത്. தேர்ட் ஜெனரேஷன் ஐடி கார்டு கட்டினா அவங்க எங்களுக்கு ஃபுல் சப்போர்ட் பண்ணாங்க. போலீஸ்காரவங்க எல்லாமே எங்களுக்கு ஃபுல் சப்போர்ட் பண்ணாங்க. தேர்ட் ஜெனரேஷனும் உடனே எங்களை விட்டுட்டாங்க. ஓகே, ஃபீமேல் தான் வரக்கூடாது இந்த கோயிலுக்கு. പൊതുപ്പടയാ ഫീമെയിൽക്ക് വരதுக்கு ഉரிமையே கிடையாது. ஆனா நாங்க வரலாம். 3ാം ലിംഗക്കാരെ പരിഷ്കൃത സമൂഹം അംഗീകരിച്ചിട്ടും ശബരിമലയിൽ ഇവർക്ക് അയിത്തം കൽപ്പിച്ചത് ഏറെ ചർച്ചയായിരുന്നു. ഇതിനാണ് ഇപ്പോൾ പരിസമാപ്തി കുറിച്ചത്. ന്യൂസ് ബ്യൂറോ, ശബരിമല. കേന്ദ്ര സർക്കാരിന്റെ നോട്ട് നിരോധനം ശബരിമലയിലെ വരുമാനത്തെയും ബാധിച്ചു. കാണിക്ക, അഭിഷേകം എന്നിവയിൽ വരുമാന നഷ്ടമുണ്ടായപ്പോൾ ഇത്തവണ 120% നിരക്ക് വർദ്ധിപ്പിച്ചതിനാൽ അപ്പം, അരവണ എന്നിവ വഴി വലിയ വരുമാന നഷ്ടം ഉണ്ടായില്ല. നിരക്കുകൾ കൂട്ടിയിട്ടും കഴിഞ്ഞ തവണത്തേക്കാൾ കേവലം 14.76 കോടിയുടെ അധിക വരുമാനം മാത്രമാണ് ഇത്തവണ നേടാനായത്. കേന്ദ്ര സർക്കാരിന്റെ നോട്ട് നിരോധനം ശബരിമലയിലെ നടവരുമാനത്തെയും ബാധിച്ചതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. തീർത്ഥാടന കാലം ആരംഭിച്ച് 36 ദിവസം പിന്നിടുമ്പോൾ കാണിക്ക ഇനത്തിൽ 4.5 ലക്ഷം രൂപയുടെ കുറവാണ് ഉണ്ടായത്. അഭിഷേക ഇനത്തിലും വരുമാന നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദമായ അപ്പം, അരവണ എന്നിവയുടെ നിരക്ക് ഈ വർഷം കൂട്ടിയതിനാൽ നഷ്ടത്തിന്റെ തോത് കുറയ്ക്കാനായി. ആകെ വരുമാനത്തിൽ 14.76 കോടിയുടെ വർധനവിൽ ഏറിയ സംഭാവനയും 120% നിരക്ക് വർദ്ധിപ്പിച്ച
അപ്പം അരവണ പ്രസാദങ്ങളുടേതാണ്. നോട്ട് നിരോധനത്തെ തുടർന്ന് ഇത്തവണ ആരംഭിച്ച ഈ കാണിക്ക വഴി 3,92,637 രൂപ ലഭിച്ചു. ഇത്തവണ ആകെ വരുമാനം 141.81 കോടി രൂപയാണ്. കഴിഞ്ഞ തവണ ഇത് 126.42 കോടിയായിരുന്നു. അരവണ ഇനത്തിൽ നാളിതുവരെ 62.21 കോടി രൂപയും അപ്പം വിൽപ്പനയിൽ 11.8 കോടി രൂപയുമാണ് വരുമാനമായി ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ, ശബരിമല. കാഞ്ഞങ്ങാട് നഗരത്തിൽ തരിശായി കിടന്നിരുന്ന വയലുകളിൽ ഇനി കതിരണിയും. ഹരിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ വയലുകളിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ നെൽകൃഷി ഇറക്കും. നാട്ടുകാരുടെ ആരവത്തിനിടയിൽ കാരാട്ട് വയലിൽ ഞാറിട്ട റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മുണ്ട് മടക്കിക്കുത്തി കൈലി ചുറ്റി മന്ത്രി ഇ ചന്ദ്രശേഖരൻ ചെളിയിലിറങ്ങി ഞാറിട്ടപ്പോൾ നാട്ടിപ്പാട്ടിന്റെ ആരവം. ഒരുക്കിയിട്ട വയലിലിറങ്ങാൻ വിദ്യാർത്ഥികളും കർഷക സേനാംഗങ്ങളും കുടുംബശ്രീ പ്രവർത്തകരും. നാടിനെ ഹരിതാപമാക്കാൻ എല്ലാവരും ഒന്നിക്കുന്ന കാഴ്ച. കാഞ്ഞങ്ങാട് നഗരത്തിൽ തരിശായി കിടന്നിരുന്ന 300 ഏക്കറിലേറെ വയലിലാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ കൃഷിയിറക്കുന്നത്. ഇതിന്റെ ഭാഗമായി കാരാട്ട് വയലിൽ നടന്ന ഞാറിടൽ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കൃഷി വീണ്ടെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും സംസ്ഥാന സർക്കാർ പിന്തുണയ്ക്കുമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. 300 ഏക്കറോളം വിസ്തൃതിയിലുള്ള തരിശ് കൃഷിയോഗ്യമായ ഭൂമിയാക്കി മാറ്റുന്നു. അതിന് എല്ലാ തരത്തിലുമുള്ള സഹായവും സഹകരണവും സർക്കാരിന്റെ ഭാഗത്തുണ്ടാകും. തരിശുഭൂമിയില്ലാത്ത നഗരമാക്കി കാഞ്ഞങ്ങാടിനെ മാറ്റി ഹരിത കേരളം യാഥാർത്ഥ്യമാക്കാൻ നഗരസഭ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് ചെയർമാൻ വി രമേശൻ പറഞ്ഞു. കാഞ്ഞങ്ങാട് നഗരസഭയെ പൂർണ്ണമായും തരിശ് രഹിത നഗരസഭയാക്കി മാറ്റാൻ സംസ്ഥാന സർക്കാരിന്റെ ഹരിത കേരളം പദ്ധതിയോടുകൂടി സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് നഗരസഭ. പതിറ്റാണ്ടുകളായിട്ട് തരിശായി കിടക്കുന്ന ഏതാണ്ട് 100 ഏക്കറോളം വരുന്ന കാരാട്ട് വയൽ പൂർണ്ണമായും കൃഷി വകുപ്പിന്റെയും ഇറിഗേഷൻ വകുപ്പിന്റെയും എല്ലാം സഹായത്തോടുകൂടി നഗരസഭ കാർഷിക മേഖലയാക്കി മാറ്റുകയാണ്. ജലസേചനത്തിന്റെ പരിമിതി മറികടക്കാൻ ജലസേചന വകുപ്പ് പിന്തുണച്ചാൽ 100 ഏക്കറിലേറെ വരുന്ന കാരാട്ട് വയൽ വീണ്ടും കതിരണിയിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ക്യാമറാമാൻ ഷൈജു പിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്, കാസർഗോഡ്. മലബാർ ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടി ഡെവലപ്മെന്റ് വിഭാഗമായ മലബാർ ഡെവലപ്പേഴ്സിന്റെ പുതിയ സംരംഭം മറീന കൺവെൻഷൻ സെന്ററിൽ തൊഴിൽ എക്സൈസ് വകുപ്പ് മന്ത്രി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ കൺവെൻഷൻ സെന്റർ വെഡ്ഡിംഗ്, ബിസിനസ്, കൺവെൻഷനുകൾ, ട്രേഡ് ഫെയർസ് തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. VKC മുഹമ്മദ് കോയ MLA അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ TP ദാസൻ, തോട്ടത്തിൽ രവീന്ദ്രൻ, മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MB അഹമ്മദ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു.